ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് ചെറുപ്പക്കാരായ ധാരാളം കൂട്ടുകാരുണ്ട്. എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. ചിലപ്പോഴൊക്കെ അവർ ചോദിക്കാറുണ്ട്, അച്ഛാ, മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് കണ്ടിട്ട്, അവിടെയുള്ള കുട്ടികളുടെ വാർഡ് കണ്ടതിന് ശേഷം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഹൃദയം പിളർക്കുന്ന വേദനകളെ കണ്ടിട്ട് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നത്? കുഞ്ഞുങ്ങളും സ്ത്രീകളും ദരിദ്രരും പീഡിപ്പിക്കപ്പെടുന്ന വേദനിക്കുന്ന ഒരു ലോകത്ത് എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? മനുഷ്യന്റെ വേദനകളിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ അനീതികളിലും അക്രമങ്ങളിലേക്കും കടന്നു വന്ന് നീതി പുനഃസ്ഥാപിക്കുന്ന ദൈവത്തെ കാണുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങളുടെ പല പര്യായങ്ങളെയും പല പകർപ്പുകളെയും നേരിടുന്നവരാണ് നാം ഓരോരുത്തരും. ഇന്നത്തെ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചാണ്. എപ്രകാരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ മുഴുവനും നമ്മോട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയെ വിളിക്കുന്ന അതിമനോഹരമായ രംഗമാണ് നാം വായിച്ചു കേട്ടത്. ആ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം മോശയോട് പറയുകയാണ്, ഈജിപ്തിലെ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത നിമിത്തം അവരിൽ നിന്നുയരുന്ന നിലവിളികൾ ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ പൂർണ്ണതയെയാണ് ദൈവം ഇവിടെ 3 ക്രിയകൾ കൊണ്ട് വിവരിക്കുന്നത്. കണ്ടു, കേട്ടു, അറിയുന്നു. ഈജിപ്തിലെ ജനത്തിൻ്റെ ക്ലേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ അടിമത്തത്തിന് പരിഹാരമായി ദൈവം ഇറങ്ങി വരികയല്ല ചെയ്യുന്നത്. മറിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. മോശ തൻ്റെ അയോഗ്യതയെയും ബലഹീനതയെയും ഏറ്റുപറയുമ്പോൾ അതിന് പരിഹാരമായിട്ട് ദൈവം നിർദ്ദേശിക്കുന്നത് അഹ്റോനെ കൂട്ടുപിടിക്കാനാണ്. അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അചേതന വസ്തുവായ വടിയെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാക്കി സ്വീകരിക്കാനാണ്. അപ്പോൾ ജനത്തിൻ്റെ നിലവിളിക്ക് മറുപടി ആരാണ്? അത് ഈ ജനത്തിലൊരുവനാണ്. മനുഷ്യന്റെ വേദനകൾക്ക്, അതിക്രമങ്ങൾക്ക് ആരാണ് പരിഹാരം കണ്ടെത്തേണ്ടത്? ആരാണ് നീതിയെ പുനഃസ്ഥാപിക്കേണ്ടത്? അത് മനുഷ്യൻ തന്നെയാണ്. രക്ഷകൻ അല്ലെങ്കിൽ രക്ഷകർ നമുക്കിടയിൽ മറിഞ്ഞിരിപ്പുണ്ട്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തെ അവർ കണ്ടെത്തി ആ നിയോഗത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, പുനഃസ്ഥാപനത്തിലേക്ക് നാം ഓരോരുത്തരും മടങ്ങിയെത്തണം. അപ്പോഴാണ് അടിമത്തങ്ങൾ അവസാനിച്ച് വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആശയത്തിൻ്റെ അതിമനോഹരമായ ഒരു വിശദീകരണമാണ് 2-ാമത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത്. അവിടെ ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ ഇടയനായി വാഴും. കൊഴുത്തതിനും മെലിഞ്ഞതിനും ഇടയിൽ ഞാൻ ന്യായം പുനഃസ്ഥാപിക്കും. എൻ്റെ ആടുകൾക്ക് വിജന പ്രദേശങ്ങളിൽ വസിക്കാനും വനത്തിൽ ഉറങ്ങാനും ഞാൻ സാഹചര്യങ്ങൾ ഒരുക്കും. ഇനി ആരും അവയെ കൊമ്പുകൊണ്ടോ പാർശ്വം കൊണ്ടോ കുത്തി വേദനിപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഇല്ല. ഞാൻ അവരുടെ ഇടയനായി മാറും. എന്നിട്ട് ദൈവം പറയുകയാണ്, ഈ തൻ്റെ ഇടയദൗത്യം നിർവഹിക്കാനായി ഞാൻ ഒരു രാജാവിനെ നിയമിക്കും. അവനാണ് ദാവീദ്. പ്രിയപ്പെട്ടവരെ, കൊഴുത്തതിനും മെലിഞ്ഞതിനും ഇടയിൽ ഏത് ദുർബലയായ ആടിനും വനത്തിലും വിജനതയിലും കഴിയാൻ, സുരക്ഷിതമായിട്ട് കഴിയാൻ മാത്രം സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്ന ഒരു ലോകത്തെ ദൈവം സ്വപ്നം കാണുമ്പോൾ അത് സ്ഥാപിക്കാനായി ദൈവം ദാവീദുകളെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ ആടുകളെ നയിക്കാൻ ഞാൻ അവർക്കൊരു രാജാവിനെ നൽകും. അവൻ ദാവീദാണ്. പ്രിയപ്പെട്ടവരെ, ദുർബലതകളെ സംരക്ഷിക്കാൻ, അവർക്ക് വനത്തിലും വിജനതയിലും അഭയമൊരുക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയുമാണ്. നമ്മൾ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവികമായ ഇടപെടലിന് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച നിയോഗങ്ങൾ തുരുമ്പെടുത്തു തുടങ്ങും. ദൈവം നമ്മിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതേക്കുറിച്ച് തന്നെയാണ് 3-ാമത്തെ വായനയിൽ നാം കേൾക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട 3-ാമത്തെ വായന എഫേസോസ് ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൃപകളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്. കൃപകളും വരങ്ങളും നമ്മെ എന്നും ഒത്തിരിയേറെ ആകർഷിക്കുന്ന 2 സംഗതികളാണ്. കൃപയിൽ നിലനിൽക്കാനും വരങ്ങൾ നേടാനും നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്. നാം പലപ്പോഴും അഭിഷേകങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. അഭിഷേകമെന്ന ആ ഒരു വിശേഷണം കേൾക്കുമ്പോൾ തന്നെ അവിടേക്ക് പറന്നു ചെല്ലാനുള്ള ഒരു ത്വര, ഒരു വലിയ ആഗ്രഹം നമ്മിൽ ജനിക്കാറുമുണ്ട്. പക്ഷെ ഇന്നത്തെ തിരുവചനം എന്താണ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്?
ഈ കൃപകളും വരങ്ങളും പരസ്പര ശുശ്രൂഷയ്ക്ക് വേണ്ടി, സമൂഹ നിർമ്മിതിക്ക് വേണ്ടി, ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. എഫേസോസിലെ ജനത്തോട് പൗരസപ്പസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്, കൃപകളിൽ വൈവിധ്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഉറവിടം ഒന്ന് തന്നെയാണ്, ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ വ്യത്യസ്തമായ കൃപകളിലൂടെ പ്രവർത്തന നിരതമാവേണ്ടത്, ആളുകളിലേക്ക് കടന്നു ചെല്ലേണ്ടത്. ദൈവകൃപകളെ മനുഷ്യരിലേക്ക്, ദൈവമക്കളിലേക്ക് എത്തിക്കാനുള്ള നീർച്ചാലുകളായിട്ട്, ചാലകങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ളവരാണ് മാമോദീസ സ്വീകരിച്ച ഓരോ വിശ്വാസിയും. അപ്പോൾ ഇനിമേൽ ആരും ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. മറിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ച കൃപകളിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവം തന്ന വരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നന്മ പുനഃസ്ഥാപിക്കണം. അതേക്കുറിച്ച് അപ്പസ്തലൻ പറയുന്നത് പ്രകാരമാണ്, വിശുദ്ധരെ പരിപൂർണതയിലെത്തിക്കാൻ, ശുശ്രൂഷകരുടെ ജീവിതം നയിക്കാൻ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തെ പടുത്തുയർത്താൻ, ഈ 3 ദൗത്യങ്ങളാണ് ഓരോ വിശ്വാസിയെയും കാത്തിരിക്കുന്നത്. ഇവിടെ വിശുദ്ധരെന്ന് പറയുന്നത് മാമോദീസ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന ഏതൊരു ക്രൈസ്തവനുമാണ്. അവൻ പാപത്തിന് മരിച്ചവനാണ്, അവൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയവനാണ്. ഇനി ഒരിക്കലും അവന് പാപത്തോട് കൂട്ടുചേരാനാവില്ല. അപ്പോൾ പാപത്തിൽ നിന്ന് വ്യക്തമായ മോചനം നേടിയ ഒരാൾ, നന്മകളുടെ പാതയിലൂടെ മാത്രം നിരന്തരം ചരിക്കുന്ന ഒരാൾ, അയാൾ മറ്റുള്ളവരുടെ സംരക്ഷകനായി, ഇടയനായി, ദാസനായി, ശുശ്രൂഷകനായിട്ട് മാറേണ്ടവരാണ്. ഇത് എന്നുവരെയാണ് ഈ ശുശ്രൂഷ മുൻപോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചും ഇന്നത്തെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അതിപ്രകാരമാണ്, ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് മനുഷ്യരെല്ലാവരും പക്വതയുള്ളവരായി മാറുന്നതുവരെ ഈ വൈവിധ്യമാർന്ന ശുശ്രൂഷകൾ തുടരണം. അപ്പോൾ നാം സേവിക്കേണ്ട അപരൻ, നമ്മുടെ സഹോദരൻ എന്തുമാത്രം വളരണം, അവനെ നാം വളർത്തണം എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനോളം അവനെ വളർത്താനുള്ള ഉത്തരവാദിത്വം ഭരമേറ്റവരാണ് ഈ ഭൂമിയിലൂടെ നടക്കുന്ന നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, സ്വന്തം കാര്യങ്ങളിൽ മാത്രം നോക്കാൻ, സ്വന്തം നീതിയെ, സ്വന്തം സന്തോഷങ്ങളെ, സ്വന്തം അവകാശങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ജീവിക്കാനുള്ളവരല്ല നമ്മൾ. മറ്റുള്ളവരെ ക്രിസ്തുവിനോളം പരിപൂർണരാക്കാനുള്ള ഒരു വിളി നമ്മുടെ മുൻപിൽ ഉണ്ട്. ആ ഒരു നിയോഗം നാം സ്വീകരിച്ചവരാണ്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഒരു കൂട്ടം മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വെള്ളവസ്ത്രം ധരിച്ചവര്. അവരെക്കുറിച്ച് ദൂതനോട് യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, ഇവരാരാണ്? ദൂതൻ പറയുന്ന മറുപടി അതിമനോഹരമാണ്. ഇവർ സകല പീഡകളിലൂടെയും കടന്നു വന്നവരാണ്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ കഴുകി വെളുപ്പിച്ചവരാണ്. എന്നുവെച്ചാൽ സകല സഹനങ്ങളിലൂടെയും കടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി, നന്മകളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നമ്മളെ തന്നെ സകല പീഡകൾക്കും വേദനകൾക്കും സമർപ്പിക്കാനുള്ള ഒരു ആഹ്വാനം ഈ 3-ാമത്തെ വായന നമുക്ക് തരുന്നുണ്ട്. നാം ശ്രവിച്ച ഈ 3 വായനകളുടെയും ഒരു സംഗ്രഹമാണ് 4-ാമത്തെ വായനയായ സുവിശേഷത്തിൽ നാം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോ പത്രോസിനെ അജപാലന ദൗത്യം ഏൽപ്പിക്കുന്നതാണ്. ഇടറിപ്പോയ ഒരാളാണ്, പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയ ആൾ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ നിരാശനായ ഒരാളാണ്. ഈ ഭൂമിയിലെ തകർന്ന ഏതൊരു മനുഷ്യന്റെയും പ്രതീകമാണ് അയാൾ. എപ്പോഴും വിജയം വരിച്ച ഒരു പത്രോസല്ലാതെ, തന്നെ നേരിട്ട സകല പ്രലോഭനങ്ങളിലും വീണുപോയ, ഇടറിപ്പോയ, ദുർബലനായ ഒരു മനുഷ്യൻ. പക്ഷെ അയാളെ കാത്ത ഒരു വലിയ ദൗത്യമുണ്ടെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിനെ അഗാധമായിട്ട്, പരിധികളില്ലാതെ, മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിക്കാനുള്ള ഒരു വിളിയാണ്. രണ്ടാമത്തേത്, ആടുകളെ മേയ്ക്കാനുള്ള ഒരു വിളിയാണ്. പ്രിയപ്പെട്ടവരെ, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക നമുക്ക് എളുപ്പമാണ്. പക്ഷെ കാണപ്പെടുന്ന കുഞ്ഞാടുകളെ, നമ്മുടെ സഹോദരങ്ങളെ മേയിക്കുക, അവർക്ക് വേണ്ടി നമ്മളെ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമാണ്. പലപ്പോഴും ക്യാൻസർ വാർഡുകളെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയും ചൂണ്ടി എവിടെയാണ് ദൈവമെന്ന് ചോദിക്കുമ്പോൾ ദൈവം അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക നമ്മളെയാണ്. നിന്റെ വേദനകൾക്ക് പരിഹാരം ഇവനാണ്, ഇവനാണ് നിനക്ക് വേണ്ടി നീതി നേടിത്തരേണ്ടത്, ഇവനാണ് നിന്റെ വേദനകൾക്ക് കൂട്ടിരിക്കേണ്ടത്. അപ്പോൾ വേദനകളിൽ, സങ്കടങ്ങളിൽ, സഹനങ്ങളിൽ ദൈവത്തെ പഠിക്കുന്നവരാവാതെ, ആ സങ്കടങ്ങൾക്കും വേദനകൾക്കും പരിഹാരം കണ്ടെത്താൻ ദൈവം എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടെ നമ്മളെ തന്നെ അതിനായി സമർപ്പിക്കാൻ നമുക്ക് കടമയുണ്ട്. നാമൊക്കെ ഇന്ന് സ്റ്റാറ്റസുകൾ മാറി മാറി ഇടുന്നവരാണ്. നമ്മുടെ DP-കളെ നമ്മൾ ഒത്തിരിയേറെ
അരുമയായി കരുതാറുമുണ്ട്. നമുക്കാവശ്യം സ്റ്റാറ്റസുകളും DP-കളുമല്ല. നമുക്കാവശ്യമുള്ളത് ടാസ്കുകളും ഡ്യൂട്ടികളുമാണ്. നമുക്ക് ചെയ്തു തീർക്കാൻ അനവധി ദൗത്യങ്ങളും കടമകളുമുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരാവാതെ നാം ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷകളെക്കുറിച്ച് മർത്തയെപ്പോലെ വ്യഗ്രചിത്തരാവേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോ കൊയ്ലോയുടെ അതിപ്രശസ്തമായ നോവലാണ് ദ ഫിഫ്ത്ത് മൗണ്ടൻ. ഏലിയ പ്രവാചകന്റെ ജീവിതത്തെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നോവലാണ്. ആ നോവലിൽ ക്ഷാമത്തിന് ശേഷം ജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവർ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. നമുക്ക് നമ്മുടെ പേരുകളെ മാറ്റാം. അർത്ഥമില്ലാത്ത ഈ പഴയ പേരുകൾ നമുക്കിനി വേണ്ട. ഇനി മുതൽ നമ്മുടെ പേരുകൾ നാം ചെയ്യാൻ പോകുന്ന ദൗത്യങ്ങളായിരിക്കണം. ഒരാൾ മുന്നോട്ട് വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ പേര് സ്നേഹം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, എൻ്റെ പേര് കരുണ. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എൻ്റെ പേര് ദയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരുകൾ നമ്മുടെ ദൗത്യങ്ങളാവുന്ന, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മുടെ പേരുകളും നമ്മുടെ DP-കളുമാകുന്ന ഒരു കാലം നമ്മെ കാത്തിരിപ്പുണ്ടെന്ന് നാം ഇന്ന് ശ്രവിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ നമ്മളോട് സൗമ്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തെ പഴിക്കാതെ ദൈവത്തോട് സഹകരിക്കുന്ന ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാകാനുള്ള കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.